യോശുവ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാനത്രേ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചാട്ടെ. നാം അവനെ തെരഞ്ഞെടുക്കുകയാണോ ചെയ്തത്, നേരെ മറിച്ച് അവൻ നമ്മെ തെരഞ്ഞെടുക്കുകയാണോ ചെയ്തത്? பழைய ஏற்பாட்டின் புஸ்தகத்திலே இஸ்ரவேல் ஜனங்கள் 400 வருடங்களாக அடிமைத்தனத்துக்குள்ளாக இருந்தார்கள். പഴയ നിയമ പുസ്തകത്തിൽ ഇസ്രായേൽ ജനങ്ങൾ വീണ്ടും 430 വർഷം മിസ്രൈമിൽ അവർ അടിമകളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. இந்த அடிமைத்தனத்திலே கிடந்த ஜனங்களை எகிப்திலிருந்து வெளியே கொண்டு வருவதற்காக தேவன் மோசேயை பயன்படுத்தினார். ഈ അടിമത്തത്തിൽ കിടന്ന ജനത്തെ അവിടുന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം മോശെ എന്ന ദൈവഭക്തനെ ദൈവം ഉപയോഗിച്ചു. മോശയെ பயன்படுத்தின பின்பு யோசுவாவின் மூலமாக இந்த ஜனங்களை കാനാനുக்குள் கொண்டு சென்றார். എന്നാൽ മോശയ്ക്ക് ശേഷമായി ഈ ജനത്തെ നയിക്കേണ്ടതിന്, അഥവാ ദൈവം ഒരുക്കിയ കനാനിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കേണ്ടതിന് യോശുവയെ കർത്താവ് ഉപയോഗിക്കുകയാണ്. മോശെ എന്നാൽ തണ്ണീരിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. മോശ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വെള്ളത്തിൽ നിന്ന് വലിച്ചു കരകയറ്റപ്പെട്ടവൻ. യോശുവ എന്നാൽ രക്ഷിക്കുന്നവൻ, രക്ഷകൻ. എന്നാൽ യോശുവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ അഥവാ രക്ഷിക്കുന്നവൻ എന്നാണ്. ഇപ്പൊ യേശുവെ നാം ഗവനിക്കണം. ഇപ്പോൾ യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധ വരട്ടെ. 400 வருட இருண்ட காலங்களை கடந்த இஸ்ரவேல் ஜனங்களை மீட்பதற்காக தேவன் யோவான் ஸ்நானகனை அனுப்பினார். அவர் வந்து மனந்திரும்புதலை பிரசംഗിத்தார். ഇവിടെ നീണ്ട 400 വർഷങ്ങൾ അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ അടിമപ്പെട്ട് കിടന്നിരുന്ന ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം തമ്പുരാൻ തനിക്ക് മുൻപായി വഴിയൊരുക്കേണ്ടതിന് യോഹന്നാൻ സ്നാപകനെ ദൈവം അയക്കുകയാണ്. യോവാൻ സ്നാനകൻ என்ன செய்தான் என்றால் தண்ணீரினால் மூழ்கி ஞானஸ்நானம் கொடுத்தார். ഇവിടെ യോഹന്നാൻ സ്നാപകൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, വെള്ളത്തിൽ തന്റെ അടുക്കൽ വരുന്ന ജനത്തിന് ജലസ്നാനം കഴിപ്പിച്ചു.